എല്ലാവർക്കും റിംസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫെബ്രുവരി 18 നടന്ന ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്തമാറ്റിക്സ് പോർഷനെ പറ്റി ഒരു അനാലിസിസ് ആണ് നടത്തുന്നത്. അപ്പോൾ നമുക്കറിയാം 5 ചാപ്റ്റർ ആയിരുന്നു ഉണ്ടായിരുന്നത്: ലീനിയർ ഓൾജിബ്ര, കാൽക്കുലസ്, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, പ്രോബബിലിറ്റി ആൻഡ് ന്യൂമറിക്കൽ. അപ്പോൾ ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്തുനിന്ന് ചോദിച്ചത്. അതിൽ ഓരോ മൊഡ്യൂൾ വൈസ് എത്ര ക്വസ്റ്റ്യൻസ് ആണെന്നുള്ളതും നമ്മൾ സിലബസ് വന്നപ്പോൾ കണ്ടതാണ്. അപ്പം കുറേ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ ഇങ്ങനെ പറയണ കണ്ടു, 35 ക്വസ്റ്റ്യനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, അങ്ങനെ നമ്മൾ കണ്ടു. അപ്പം ഇതിനകത്ത് 35 ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ആ ടൈം മാനേജ്മെൻ്റ് ആണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്യുന്നതും പുറത്തൊരു ഔട്ട്സൈഡർ നോക്കുമ്പോഴും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പം ശരിക്കും നമുക്ക് ആ ഒരു എക്സാം ഹാളിൽ ഇരുന്ന് എത്ര ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ വാല്യുവേഷനാണ് നമ്മൾ ഇവിടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ലീനിയർ ഓൾജിബ്രയിൽ മൊത്തം 12 ക്വസ്റ്റ്യൻ ആയിരുന്നു 8 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരുന്നത്. അതിൽ 4 എണ്ണം വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു, 2 എണ്ണം മോഡറേറ്റ് ലെവലായിരുന്നു, 2 എണ്ണം ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇതിൽ ഈസി എന്ന് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നമുക്ക് 1 മിനിറ്റിൽ താഴെ കൊണ്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈസി വരുന്നത്. മോഡറേറ്റ് എന്ന് പറഞ്ഞാൽ 1 to 2 മിനിറ്റ്സിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നത്. ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 2 മിനിറ്റ്സ് എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വെരി ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് വന്നാലും നല്ലോണം ട്രൈ ചെയ്താലും അറ്റംപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കുവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അറൗണ്ട് 19 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ 19 ക്വസ്റ്റ്യൻസും ഈസി ആയിട്ടുള്ളത് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നല്ലോണം പ്രിപ്പയർ ചെയ്ത ഒരാൾക്കാണ് ആ 19 എണ്ണം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ചിലതൊക്കെ ഡയറക്റ്റ് ഓരോ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യേണ്ട, അപ്പോൾ അതൊക്കെ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ടോട്ടൽ 19 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. ഈ 19 ക്വസ്റ്റ്യൻ നമുക്ക് 1 മിനിറ്റിൽ താഴെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണ്. മോഡറേറ്റ് ലെവൽ ഉണ്ടായിരുന്നത് 11 ക്വസ്റ്റ്യൻസ് ആണ്. അത് നമുക്കൊരു 1 to 2 മിനിറ്റ്സിനുള്ളിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അതും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നല്ലോണം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫിക്കൽട്ട് ലെവൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ 6 എണ്ണമായിരുന്നു ടോട്ടൽ എല്ലാ സബ്ജക്റ്റിനും കൂടി ആയിട്ടുണ്ടായിരുന്നു, മാക്സിമം തന്നെ ഉണ്ടായിരുന്നത്. അത് നമുക്ക് ചെയ്യണമെങ്കിൽ എന്താണെങ്കിലും 2 മിനിറ്റിൽ കൂടുതൽ എടുക്കണം. നമുക്കറിയാം ആകെ 90 മിനിറ്റ് ഉണ്ട്, 100 ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റിന് 2 മിനിറ്റ് പോലും എടുക്കാൻ പറ്റില്ല. അതായത് മോഡറേറ്റ് ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് പോലും നമുക്ക് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം അത്രയും സമയം പോയി കഴിഞ്ഞാൽ നമുക്ക് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വെച്ച് മാത്രം ഇരിക്കേണ്ടി വരും. അപ്പം ഒരു നോർമൽ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇൻ ബിറ്റ്വീൻ 15നും 20നും ഇടയ്ക്ക് ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതലും സോൾവ് ചെയ്യാനായിട്ട് സാധ്യത. ഒരിക്കലും മോഡറേറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ അത്രയും സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. അപ്പം ശരിക്കും ഒരു അനാലിസിസ് പറയുകയാണെങ്കിൽ ഇത് നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്, മാത്സിൽ നിന്നും നമുക്ക് ടോട്ടൽ അറൗണ്ട് ഇൻ ബിറ്റ്വീൻ 15 to 20 ക്വസ്റ്റ്യൻസ് ആണ് നോർമൽ കേസിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ പുറത്തിറങ്ങി ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്തെ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ആ ഹാളിലിരുന്ന് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്കത് എപ്പോഴും നമുക്കതിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡൊന്നും കിട്ടിയെന്ന് വരില്ല. സപ്പോസ് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളതൊന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും അത് ചെയ്യുമ്പോൾ അത്ര സമയമാണ് പോകുന്നത്. അപ്പം നമുക്ക് ആവറേജ് ഇൻ ബിറ്റ്വീൻ 15 to 20 എന്ന് തന്നെ പറയാൻ പറ്റും മാത്സ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഈ ലീനിയർ ഓൾജിബ്ര, കാൽക്കുലസ്, ODE, പ്രോബബിലിറ്റി, ന്യൂമറിക്കൽ ഇത്രയും സബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽഡ് 40 ക്വസ്റ്റ്യൻ്റെയും ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. Okay, thank you.